കോട്ടനാട് സ്കൂളിൽ അംഗൻവാടിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു. അവിടെ വന്നപ്പോൾ നമുക്ക് ഏറ്റവും കൗതുകം തോന്നിയൊരു കാര്യം, ഒരു കുട്ടി ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ ആ ടീച്ചർ പോകുമ്പോൾ ടീച്ചറോട് പോയിട്ട് പതുക്കെ ടീച്ചറെ പിന്നീന്ന് ചേർത്ത് പിടിച്ചിട്ട് ടീച്ചറോട് ചോദിക്കുക, ടീച്ചറെ നാളെയും വരില്ലേ എന്ന് ചോദിക്കുകയാണ്. ആ ചോദിക്കുമ്പോൾ ആ കുട്ടിയുടെ മനസ്സിൽ ആ ഒറ്റ ദിവസത്തെ ആക്ടിവിറ്റി കൊടുത്ത് ആ സന്തോഷമുണ്ട്, പ്രത്യാശയുണ്ട്. അവർക്ക് ഒന്നിച്ച് നിൽക്കാം, അതിജീവിക്കാമെന്നും പറഞ്ഞാൽ പോരാ, ഓരോ അടുത്ത ചുവട് വയ്ക്കാം, അതിനപ്പുറത്തൊരു വളരെ പ്രതീക്ഷയോടെ പോകാം എന്നുള്ളൊക്കെ ഒരു ആഗ്രഹം തരുന്നുണ്ട്. ഇപ്പോൾ ഇവർ 12 പേരാണ് മലപ്പുറത്തുനിന്ന് വന്നവർ. ഈ മലപ്പുറത്തുനിന്ന് ഷെറിനുണ്ട്, ശാരികയുണ്ട്, ഇവരൊക്കെയാണ് നേരത്തെ കുട്ടികളെ വന്ന് ആക്റ്റീവ് ആക്കിയത്. അതിനിടയിൽ മലപ്പുറത്തുനിന്ന് വന്ന ആൾക്കാർ, നിങ്ങൾ എന്താ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഒരു മോട്ടിവേഷൻ ക്ലാസ്, ഗംഭീര ക്ലാസ് ആയിരുന്നു, കുട്ടികൾ ആക്ടിവേറ്റ് ആയിരുന്നു, കുട്ടികൾ ഉഷാറായി, കുട്ടികളെ പോലെ തന്നെ ക്യാമ്പ് ഉഷാറായി. എന്താണ് ശാരീരിക തുടങ്ങാനുള്ള ഒരു കാരണം? നമ്മൾ ഇന്നലെയാണ് ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ജോയിൻ ചെയ്ത സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ജോയിൻ ചെയ്ത സമയത്ത് നമ്മൾ റൂമുകളിൽ വിസിറ്റ് ചെയ്തു, അവരെ ഒന്ന് കാണാം കേൾക്കാം എന്നൊക്കെ കരുതി വിസിറ്റ് ചെയ്യുന്ന സമയത്ത് മക്കളെ നോക്കുമ്പോൾ അവരെല്ലാവരും ഫോണിലാണ്, കൂടുതൽ സമയം അവർ ഫോണിലാണ് സ്പെൻഡ് ചെയ്യുന്നത്. വേറെ ഒന്നും ചെയ്യാനില്ല, അവരെ എൻ്റർടൈൻ ചെയ്യുന്ന മറ്റൊന്നും ഇവിടെ ഇല്ല. പിന്നെ രക്ഷിതാക്കളെ സംബന്ധിച്ചും പലരും അത് ശ്രദ്ധിക്കാനോ വാങ്ങിച്ചു വെക്കാനോ ഉള്ള ഒരു മാനസികാവസ്ഥയിലൊന്നും അല്ല. അവർ ഫോൺ കൊടുത്ത് സ്വസ്ഥമായിട്ടൊരു ഭാഗത്ത് ഇരിക്കുന്നതൊക്കെ കണ്ടപ്പം സ്വാഭാവികമായിട്ടും സ്ക്രീൻ അഡിക്ഷൻ ഇന്നത്തെ കാലത്ത് വലിയൊരു വിപത്താണ്. നമ്മുടെ ഈ ഒരു ക്യാമ്പും അതിലേക്ക് ലീഡ് ചെയ്യുന്നു എന്നുള്ളൊരു തോന്നലാണ് അവരെ എങ്ങനെ എൻ്റർടൈൻ ചെയ്യാം എന്നുള്ളൊരു ചിന്തയിലേക്ക് ഞാൻ റൂമിലേക്ക് പറഞ്ഞു. ഒരു മണിക്കൂറൊക്കെ ഇനി ക്ഷീണിപ്പിക്കരുത്. അല്ല, സ്വാഭാവികമായിട്ടും ഇപ്പം അവർ കുറച്ച് ക്ഷീണിച്ചു. ഇനിയും ഇതുപോലെ ആക്ടിവിറ്റീസ് വരുന്ന സമയത്ത് അവർ വന്നോളും, നമ്മളിലേക്ക് അവർ എത്തും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഫോണല്ലാതെയും അവർക്ക് നമ്മളില്ലെങ്കിലും കൂടി ഇരുന്നാൽ അവർക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം കൂടി അവർക്ക് ഉണ്ടാക്കിയെടുക്കാനുണ്ട്. നമ്മൾ ഒരു മൊഡ്യൂളൊക്കെ പ്രിപ്പയർ ചെയ്തിരുന്നു, ഫുള്ളായിട്ടൊന്നുമില്ല, ജസ്റ്റ് എൻട്രി ആക്ടിവിറ്റി മാത്രമേ ഇപ്പോൾ ചെയ്തിട്ടുള്ളൂ. കാരണം കുഞ്ഞുങ്ങളല്ലേ, ഒരുപാട് സമയം നമുക്കങ്ങനെ പിടിച്ചിരുത്താൻ വയ്യല്ലോ. അതിനിടയിൽ ഷെറിൻ്റെ ഒരു ലിസ്റ്റൊക്കെ ഉണ്ട്. ഷെറിൻ പറഞ്ഞ എന്താണെന്നറിയോ, ഇത്രയും കാര്യങ്ങളൊന്നും വരെ ഈ കുട്ടികൾക്ക് കുറേ കാര്യങ്ങൾ കൂടി കിട്ടണം. ഇവിടെ കുറച്ച് വലിയ സൗകര്യത്തിൽ നിന്നൊക്കെ വന്ന പിള്ളേരാണ് പലരും. അപ്പോൾ അവർക്ക് ഈ മക്കൾക്ക് കുറച്ച് എന്തൊക്കെയാണ് ഷെറിന് ഇവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളായിട്ട് ഷെറിന് തോന്നുന്നത്? ഇപ്പം നമ്മൾ കുട്ടികളെന്ന് പറയുന്നത് 18 വയസ്സിന് താഴെയുള്ള കുട്ടി ആണല്ലോ. അപ്പം ഇതിൽ തന്നെ നമ്മൾക്ക് 3 ആയിട്ട് തന്നെ അവരെ കാറ്റഗറൈസ് ചെയ്യാം. അപ്പം ഞാൻ 18 ഇപ്പം നമ്മൾ ചെറിയ കുട്ടികൾക്ക് ഇതുപോലുള്ള ഇപ്പം ഈ ഒരു സൗണ്ടിന് വേണ്ടിയിട്ടുള്ളതോ അല്ലെങ്കിൽ ഒരു മൂവ്മെൻറ്റ്, ലൈറ്റ്, അങ്ങനത്തെ ഉള്ള ടോയ്സ് മതിയാവും. പിന്നീട് വരുന്ന ഒരു 10 മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എന്ന് പറയുമ്പോഴേക്കും അവരൊരു ഏജ് മാറുന്ന സമയമാണ്, അവർ ഏറ്റവും എനർജി ഉള്ള സമയമാണ്. അപ്പോൾ ആ ഒരു സമയത്താണ് അവരിങ്ങനെ ഒതുങ്ങിക്കൂടി നിൽക്കുന്നത്. അപ്പം അവരെ എൻഗേജ്ഡ് ആക്കാൻ ഇപ്പം നമ്മളുടെ അടുത്ത് ഒരുപാട് ആക്ടിവിറ്റീസ്, ചെസ് അതുപോലുള്ള ഇൻഡോർ ഗെയിംസിനെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാം. അതുപോലെ തന്നെ ചില കുട്ടികൾ ഇൻട്രോവേർട്ടായിട്ടുള്ള കുട്ടികളുണ്ടാവും. അപ്പോൾ അവർക്ക് നമ്മൾ പുസ്തകങ്ങൾ, ഇപ്പം പല ക്യാമ്പുകളിൽ നമ്മൾ ചെല്ലുന്ന സമയത്ത് ഇപ്പം അവരുടെ ഏജിനുണ്ട്, അപ്പം ബഷീറിൻ്റെ പ്രേമലേഖനം തരുമോ, അതുപോലെ തന്നെ അതെ അപ്പോൾ സ്പെസിഫൈ ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ബഷീറിൻ്റെ പുസ്തകങ്ങൾ ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് കിട്ടുമോ എന്നുള്ളത്. അതേപോലെ തന്നെ അങ്ങനെ ഞാൻ മറന്നുപോയി കുറച്ച് കാര്യങ്ങൾ. അതുപോലെ തന്നെ മുതിർന്ന സ്ത്രീകളൊക്കെ ഉണ്ട്. അപ്പം അവരിലും എൻഗേജ്ഡ് ആണ്. കാരണം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരുപാട് ജോലികൾ ചെയ്ത് ഒരുപാട് കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയിരുന്ന സ്ത്രീകളാണ് ഉണ്ടായിരുന്നത്. അതെ, ആളുകളായിരുന്നു അവർ. ഒന്നും ചെയ്യാനില്ല എന്നുള്ളതാണ് ഇവരുടെ ചിന്തകളുടെ ആക്കം കൂട്ടുന്നത്. അതും നല്ല ചിന്തകളല്ല, ഒരുപാട് പേടിപ്പെടുന്ന ചിന്തകളാണെന്നുള്ളത് കൊണ്ട് തന്നെ അവരെ കൂടി എൻഗേജ്ഡ് ആക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ മൂവ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. ടോയ്സ് എന്ന് പറയുന്നത് ഇപ്പം നമ്മളുടെ കുട്ടികളിലൊക്കെ വരുന്നത് ഇങ്ങനത്തെ ബോളുകളും കാര്യങ്ങളായിരുന്നു. അപ്പോൾ കുറച്ചുകൂടി ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള പസിൽസ് ഇപ്പം നമ്മൾക്ക് ഇപ്പം പറയാം, ടോയ്സ് പറയുമ്പോൾ ഓരോ ഏജ് ബേസ്ഡ് ആയിട്ടുള്ള പസിൽസ് ഉണ്ട്. ഇപ്പം നമ്മൾക്കിപ്പം അതിനനുസരിച്ചിട്ടുള്ള ഇത് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു യൂത്തിന് ഇതിലേക്ക്, അപ്പോൾ ഒരു 15 വയസ്സ് 18 വയസ്സുള്ള കുട്ടികളിൽ കുറച്ച് പുസ്തകങ്ങൾ പ്രൊവൈഡ് ചെയ്യാം. അപ്പം അവർ കൂടുതലായിട്ടും ഒതുങ്ങിയിരിക്കുന്നത് കണ്ടിട്ട് ഇപ്പം പല ക്യാമ്പുകളിലും നമ്മൾ കാണുന്നത് എന്താ വെച്ചാൽ കൂടുതലുള്ള സഹപാഠികളാണ് പോയിട്ടുള്ളത്. അപ്പോൾ അവർക്ക് പെട്ടെന്ന് ഒരു ഗ്രൂപ്പിലേക്ക് വരാനുള്ള ഇതില്ല. അവരുടെ ഒരു സെൽഫ് ടൈം നമുക്ക് നല്ല രീതിയിൽ ചിന്തകൾക്ക് അപ്പുറത്തേക്ക് അവരെ കുറച്ചും കൂടി ക്രിയേറ്റീവ് ആക്കാനുള്ള കുറച്ചുകൂടിയുള്ള
പേപ്പേഴ്സ്, ഇപ്പം നമുക്ക് ഒരുപാട് ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് വേണം. അതുപോലെ തന്നെ ഞാൻ കൂടുതലായിട്ട് റെഫർ ചെയ്യുന്നത് അത് മുതിർന്നവർക്കും അത്യാവശ്യമായിട്ട് പറഞ്ഞിരുന്നു. കുട്ടികൾക്ക് മാത്രം പോരാ, മുതിർന്നവർക്കുള്ള പുസ്തകങ്ങളും അങ്ങനത്തെ കാര്യങ്ങളും എല്ലാം വേണം. ഈ അംഗൻവാടിയിൽ നിന്ന് പോയിട്ടുള്ള ആൾക്കാർക്കൊക്കെ അതിൻ്റെ എവിടുന്ന് ഈ പാട്ടൊക്കെ പഠിച്ചേ? പാട്ട് ഞങ്ങളിങ്ങനെ ഒരുപാട് നമ്മളിങ്ങനെ പരിപാടികൾ ചെയ്യുമ്പോൾ ഐസ് ബ്രേക്കിംഗ് സെഷനായിട്ട് നമ്മൾ കുട്ടികൾക്കും അതുപോലെ ഈ ആളുകൾക്കൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു പ്രാക്ടീസ് ഉണ്ട്. പേരെങ്ങനെ? സിജി. മലപ്പുറത്ത് തന്നെയല്ലേ? ഞങ്ങളെല്ലാവരും ഈ 12 ആളും മലപ്പുറത്ത് നിന്ന് പെട്ടെന്ന് എല്ലാവരും കൂടി പോരുന്നത് ഇതുപോലെയുള്ള ക്യാമ്പുകളൊക്കെ സന്ദർശിച്ച് എല്ലാവരെയും ഒന്ന് ആശ്വസിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ്. അല്ല അത് നമ്മുടെ ഗംഭീരമായിട്ട് നിങ്ങൾ ചെയ്തു. അതെ ഞങ്ങൾ ചെയ്തു. പിന്നെ നമുക്ക് ഇവിടുത്തെ ഒരു ജനത എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇവിടെ എത്തി കാണുമ്പോഴാണ് കുട്ടികളെയാണ് നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഒരു പക്ഷേ നമ്മൾ സൈക്കോ സോഷ്യൽ കൗൺസിലേഴ്സ് കുട്ടികളുമായിട്ട് കൂടുതൽ ഇടപെടുന്നത് കൊണ്ടായിരിക്കാം അവരിലേക്കാണ് നമ്മുടെ ശ്രദ്ധ പെട്ടെന്ന് എത്തിയത്. അതുകൊണ്ടാണ് ഈ ഒരു രീതിയിലേക്ക് ഇവിടെ ഞങ്ങൾ ഈ തുടക്കം തൊട്ടുള്ളപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ദിവിഷ നമുക്കൊക്കെ അറിയാം, ഇത്രയും ദിവസങ്ങളിൽ നമ്മൾ കണ്ടത് ഇത് ദുരിതാശ്വാസ ക്യാമ്പായിരുന്നു. ഇവർ വന്നപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ അതിജീവന ക്യാമ്പായിരുന്നു, മാത്രമല്ല ആത്മവിശ്വാസത്തിൻ്റെ ക്യാമ്പായി. ഇത് വന്നതോടുകൂടി നിങ്ങൾ ഈ കുട്ടികളെ പോയിട്ട് സെലക്ട് ചെയ്തു. ഇത്രയും വയസ്സ് 5 വയസ്സിൽ 18 വയസ്സിൽ താഴെ കുട്ടികളോട് വരാൻ പറഞ്ഞു. ഇവർ വന്നപ്പോൾ തിരിച്ച് റൂമിൽ ചെല്ലുമ്പോൾ ഇവരുടെ വീട്ടുകാരും കൂടി തീർച്ചയായിട്ടും കുട്ടികളുടെ ഒരു സന്തോഷം തീർച്ചയായിട്ടും അവരുടെ ഫാമിലീസിനും അമ്മമാർക്കും പാരൻസിനൊക്കെ നല്ലൊരു സന്തോഷമായിട്ടുണ്ട്. ഞങ്ങൾ അവരുടെ അടുത്ത് ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ കുട്ടികളെ കൊണ്ട് ആക്ടിവിറ്റീസ്? അവർ പറഞ്ഞു കുട്ടികളെ സന്തോഷമായിട്ട്. കേൾക്കില്ല, അതുകൊണ്ടാണ്